ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. അച്ചായൻ ചെയ്ത് കൊടുത്തല്ലെന്ന് ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കടയും ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40 ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ശത്രുക്കൾ ജുവലർക്കാരുണ്ട്. എന്റെ ഓപ്പോസിറ്റുള്ള ജുവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് വില കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്കത് സാരമില്ല, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാനും സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കുക. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിന് ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ. ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച് റീച്ച് ആക്കുന്നവരില്ല. എന്തിനാ എന്നെ വെച്ച് റീച്ച് ആക്കി? ഈ പാവങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ആഹാരം മാറ്റി വെക്കും. 400 പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡും കൂടെ അവർക്ക് മാറ്റി വെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിന് കഴിച്ചിട്ട് പോകും. അതല്ല നല്ലത്. അവരെന്നെ വെച്ച് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജുവലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇല്ലാതാക്കുന്നത്? പിന്നെ 2-3 വീട് തറകൾ കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്. ഇത് മാത്രമല്ല, ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന പിള്ളേരുടെ പേര് ഞാൻ നിർത്തേണ്ട കാര്യം കേട്ടോ. ഈ കോടിക്കണക്കിന് ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നില്ലേ. പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം കൊടുക്കുക. അവർക്ക് വന്ന് അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകാം. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല. ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്റെ ജീവിച്ചു പൊക്കോട്ടെ എന്റെ വഴിയെ. എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമുക്ക് ചെയ്യണ്ടേ? ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവരെ എന്തിനാ വെറുതെ? എത്രയോ പേരെ വിമർശിക്കാനുണ്ട്. എന്നെ എന്തിനാ വിമർശിക്കുന്നത്?